തൃശൂരിൽ വയോധികനിൽ നിന്ന് നിവേദനം സ്വീകരിക്കാതിരുന്നത് കൈപ്പിഴ എന്ന് സമ്മതിച്ച് സുരേഷ് ഗോപി. കൈപ്പിഴകൾ ചൂണ്ടിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദ സദസ്സിനെ തകർക്കാൻ നോക്കേണ്ടെന്നും 14 ജില്ലകളിലും പരിപാടി സംഘടിപ്പിക്കുമെന്നും സുരേഷ് ഗോപി. ഭരത് ചന്ദ്രനെ പോലെ സുരേഷ് ഗോപിക്കും ചങ്കുറപ്പുണ്ടെന്നും കേന്ദ്രമന്ത്രി. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരിക്കലും വിചാരിക്കുന്നു നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചന്ദ്രപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ഈ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിനു സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, നിവേദനം സമർപ്പിക്കാൻ എത്തിയ ആ വയോധികൻ അനുഭവിച്ച അപമാനം, അതിൽ അദ്ദേഹത്തിന് എത്രത്തോളം വേദന ഉണ്ടായിരുന്നു എന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിലാണിപ്പോൾ താൻ ചെയ്തതിൽ പിഴവുണ്ടായി എന്ന് പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും സുരേഷ് ഗോപി സമ്മതിച്ചിട്ടുള്ളത്. എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞത്? അഖില, കൊടുങ്ങല്ലൂരിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ സദസ്സിലായിരുന്നു സുരേഷ് ഗോപി ചേർപ്പിലെ പുള്ളു സ്വദേശിയായിട്ടുള്ള കൊച്ചുവേലായുധൻ എന്ന വയോധികന്റെ ദുരിതം തൻ്റെ കൈപ്പിഴയാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറ്റൊരു രീതിയിൽ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. കൊച്ചുവേലായുധന്മാരെ താൻ ഇനിയും സർക്കാർ ഓഫീസുകളിലേക്ക് അയക്കും, തൻ്റെ പരിപാടികൾ കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഗുണമുണ്ടാകട്ടെ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറയുന്നത് താൻ ഭരചന്ദ്രനെ പോലെ ചങ്കൂറ്റമുള്ള ആളാണ്, ഭരചന്ദ്രന് ചെയ്യാൻ കഴിയുന്നതൊക്കെ താനും ചെയ്യും, സിനിമയിൽ നിന്ന് തനിക്ക് ഇറങ്ങാൻ സൗകര്യമില്ല, സിനിമയുടെ മാനരസങ്ങൾ അദ്ദേഹത്തെ വിട്ടുമാറുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. കൊച്ചുവേലായുധൻ്റെ അപേക്ഷ നിരസിച്ച സംഭവത്തിൽ ഇനിയും വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതിനെ എതിർക്കുന്നവർക്കെല്ലാം ഈ സംഗമം വെല്ലുവിളിയാകും. 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ തൻ്റെ അധികാര പരിധിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ചെമ്മാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിൽ സുരേഷ് ഗോപി ഒരു പ്രാദേശിക പ്രശ്നത്തിന് പരിഹാരം കണ്ടിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ വിരളി പൂണ്ട ആളുകളാണ് തനിക്കെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതൊരു പരാമർശം കൂടി അല്ലെങ്കിൽ പ്രസംഗം കൂടി ഈ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതാണ് ചിലരെ ചൊടിപ്പിച്ചത്. ഇതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഭരചന്ദ്രന് ചങ്കൂറ്റമുള്ളതുപോലെ തനിക്കും ചങ്കൂറ്റമുണ്ട്. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഇരിങ്ങാലക്കുടയിൽ നടത്തിയ ഇതേ സംവാദ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയ്ക്ക് എയിംസിൻ്റെ ആവശ്യമുണ്ട്. ആലപ്പുഴയിൽ നടന്നില്ലെങ്കിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം കുറവുള്ളൊരു പ്രദേശമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ എയിംസ് വന്നാൽ അത് രാജ്യത്ത് എല്ലാ ഭാഗങ്ങളിലും, ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അത് ഗുണം ചെയ്യും. ദേശീയപാതയുടെ വളർച്ചയുണ്ടാകും. കമ്പം, തേനി മുതൽ ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ആളുകൾ എയിംസിലേക്ക് എത്തുമ്പോൾ പ്രാദേശികമായ വികസനങ്ങൾ ഒന്നിലധികം ജില്ലകളിലും മറ്റും ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഏതായാലും കലുങ്ക് സംവാദ പരിപാടികൾ തുടരുകയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലായി പരിപാടികൾ നടക്കുന്നുണ്ട്. നേരത്തെ നടന്ന സംവാദ പരിപാടിയിൽ അദ്ദേഹത്തിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന സംഭവത്തിലടക്കം അതൊരു കൈപ്പിഴയാണെന്ന് സമ്മതിക്കുന്നതിനൊപ്പം അദ്ദേഹം രാഷ്ട്രീയ പ്രചരണം കൂടെ ഈ പരിപാടിയിലും നടത്തുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ നിലവിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. LDF-മായി ഒരു സീറ്റിന് മാത്രം വ്യത്യാസമേ ഉള്ളൂ. വിവരങ്ങൾ നൽകിയത്.